സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ആഗസ്റ്റ് 25 മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 4 വരെയുള്ള 10 ദിവസം ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം ആസ്ഥാനങ്ങളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. 25 വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്ററിന് 349 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. അര ലിറ്ററിന് 129 രൂപയാണ്. നോൺ സബ്സിഡി വെളിച്ചെണ്ണ 429 രൂപ നിരക്കിലും അര ലിറ്ററിന് 219 രൂപ നിരക്കിലും ലഭ്യമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം ആസ്ഥാനത്തും സപ്ലൈകോയുടെ മുൻകൈയിൽ ഓണച്ചന്തകൾ ആരംഭിക്കും. 25 വൈകുന്നേരം കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി പുത്തരിക്കണ്ടത്തത് ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 25 മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, മുമ്പ് നമ്മൾ അരിവണ്ടി ഇറക്കിയ ഒരു അനുഭവമുണ്ട്. ആ വാഹനങ്ങളിലൂടെ ന്യായവിലയ്ക്ക്, സബ്സിഡി ഉൽപ്പന്നങ്ങളല്ല, ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും. വിശേഷിച്ചും സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്ററിന് 349 രൂപ നിരക്കിലും അര ലിറ്ററിന് 179 രൂപ നിരക്കിലും നോൺ സബ്സിഡി 1 ലിറ്ററിന് 429 രൂപ നിരക്കിലും അര ലിറ്റർ 219 രൂപ നിരക്കിലും ലഭ്യമാക്കും. അങ്ങനെ വന്നാൽ ഒരു കാർഡിന് നമുക്കിപ്പോൾ നമ്മൾ സബ്സിഡി ആയി കൊടുക്കുന്ന 1 ലിറ്ററും അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ നോൺ സബ്സിഡിയും കൂടി ചേർത്ത് കിട്ടുന്ന 1 ലിറ്ററാണ് ഒരു റേഷൻ കടകളിലൂടെ കിട്ടുന്നത്, ഒരു സപ്ലൈകോ കടയിലൂടെ കിട്ടുന്നത്. അതിന് പുറമേ തന്നെ വില കുറച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങാനുള്ള സൗകര്യം സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ ലഭ്യമാക്കുകയാണ്. സബ്സിഡി സാധനങ്ങളിൽ തന്നെ വൻപയർ 75 രൂപ എന്നുള്ളത് 70 രൂപയായി വില കുറയ്ക്കും. തൂരപ്പരിപ്പ് 105 രൂപ എന്നുള്ളത് 93 രൂപയായി വില കുറയ്ക്കും. സബ്സിഡി മുളക് അര കിലോയാണ് ഇപ്പോൾ നൽകി വരുന്നത്, അത് 1 കിലോയായി വർദ്ധിപ്പിക്കും. ആ വിലയിൽ നേരെ ഇരട്ടി കൊടുത്താൽ മതി, അല്ലാതെ ഒരു വർധനവും വരുത്തുന്നില്ല. നിലവിലുള്ള 67 രൂപ 50 പൈസ എന്തോ ആണെന്നുള്ള വില നേരെ 1 കിലോ ഓണം പ്രമാണിച്ച് ലഭ്യമാക്കും.